കർണാടകയിലെ മംഗളൂരുവിൽ CPIM സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയുടെ വിജയം സംഘപരിവാറിനുള്ള മതനിരപേക്ഷ ജനപക്ഷത്തിന്റെ മുന്നറിയിപ്പായി മാറി. ഭീഷണികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് സംഘപരിവാർ സ്വാധീന മേഖലയിൽ മതസൗഹാർദ്ദ റാലി വിജയിപ്പിക്കാൻ CPIMന് സാധിച്ചത്. കർണാടകയ്ക്കൊപ്പം രാജ്യത്താകെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകരുന്നതായി മംഗളൂരുവിൽ CPIM വൻ വിജയമാക്കി മാറ്റിയ മതസൗഹാർദ്ദ റാലി. CPIM മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കർണാടകയിലെ സംഘപരിവാറിനെ അത് ആശങ്കപ്പെടുത്തിയിരുന്നു. CPIMന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ റാലിയിൽ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചതും സംഘപരിവാറിനെ അസ്വസ്ഥരാക്കി. കടുത്ത വർഗീയ വിഷം ചീറ്റിയാണ് പിന്നീട് മതസൗഹാർദ്ദ റാലി പരാജയപ്പെടുത്താൻ സംഘപരിവാർ ശ്രമിച്ചത്. എന്നാൽ റാലിയുടെ മുന്നൊരുക്കങ്ങൾ ശക്തമായതോടെയാണ് റാലി നടക്കുന്ന ദിവസം തന്നെ ഹർത്താലിന് ആഹ്വാനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സംഘപരിവാർ പ്രഖ്യാപിച്ചു. എന്നാൽ കർണാടക സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ സംഘപരിവാർ തന്ത്രങ്ങൾ പാളി. ഒടുവിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ട് ഭീഷണി ശക്തമാക്കി. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിരോധിച്ച് മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി ചരിത്ര വിജയമാക്കാൻ CPIMന് സാധിച്ചു. ഭീഷണികളെ അവഗണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. റാലി വൻ വിജയമായതോടെ ഫലത്തിൽ കർണാടകയിലെ സംഘപരിവാർ നേതൃത്വം പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണുണ്ടായത്. സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കും നൽകിയ കനത്ത താക്കീതായി മാറി CPIM മംഗളൂരിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ റാലിയിൽ അണിനിരന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിക്കെതിരായ വെല്ലുവിളി അത്ഭുതപ്പെടുത്തിയെന്ന് സാഹിത്യകാരൻ T. പത്മനാഭൻ. പിണറായി മംഗലാപുരത്ത് പോയത് മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്യാനാണ്. ഇത് തടയാനാണ് പ്രബല രാഷ്ട്രീയ കക്ഷി ശ്രമിച്ചത്. ഇങ്ങനെ പോയാൽ രാജ്യം ശിഥിലമാകില്ലേയെന്നും എല്ലാ ജാതി മതസ്ഥർക്കും തുല്യനീതി ലഭിക്കുന്ന ഇന്ത്യ ഉണ്ടാകണമെന്നും T. പത്മനാഭൻ പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ അവിടെ കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവർക്ക് കാര്യമായൊന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം ശിഥിലമാവില്ലേ? ഭാവിയിൽ ഇന്ത്യ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികളായ നിങ്ങൾ ആലോചിക്കേണ്ട സമയമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തമുണ്ടായി. വടക്കേനാടയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ജീവൻ കുമാർ ചേർന്നു. ജീവൻ, വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കമാൻഡോ, രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഒരു കമാൻഡോയ്ക്ക് പരിക്കേറ്റു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? മറിയ, തീപിടുത്തം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. രാത്രി 2 മണിയോടുകൂടി ശ്രീപാദം കൊട്ടാരത്തിന് സമീപം, അതിന് പുറകിലുള്ള അനന്തൻകാടിന് സമീപമുള്ള പോസ്റ്റ് ഓഫീസിന്റെ അധീനതയിലുള്ള കെട്ടിടങ്ങൾക്കാണ് തീ പിടിച്ചത്. പഴയ പോസ്റ്റ് ഓഫീസിന്റെ ഗോഡൌൺ, അതായത് മുൻപ് അയച്ച കത്തുകൾ പലതും തിരികെ വരികയും ഉടമസ്ഥനില്ലാതെ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഫീസാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ആ ഗോഡൌണിന് മാത്രമാണ് തീ പിടിച്ചത്. തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നതിന് മുമ്പായി തന്നെ അത് നിയന്ത്രണ വിധേയമാക്കാനും തടയാനും ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ 12ഓളം ഫയർഫോഴ്സുകൾ ചേർന്നുകൊണ്ട് വളരെ വേഗം തന്നെ സംഘടിതമായ രക്ഷാപ്രവർത്തനം നടത്തി. രാത്രി 2 മണിയോട് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങൾ അവ്യക്തമാണ്. ഇപ്പോഴും അവർക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. പക്ഷേ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇനിയും ആവശ്യമാണ്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു കമാൻഡോ അദ്ദേഹം മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതിനിടെ അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആദർശ് എന്ന ഒരു കമാൻഡോയ്ക്കാണ് പരിക്കേറ്റത്. 12ഓളം ഫയർ എഞ്ചിനുകൾ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആദ്യം തൊട്ടടുത്തുള്ള ചെങ്കൽച്ചുള യൂണിറ്റിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. തുടർന്ന് ആവശ്യമായ കൂടുതൽ യൂണിറ്റുകൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഏതാണ്ട് 3 മണിയോട് കൂടിയാണ് ഈ തീ പ്രധാനമായും കണ്ടത് എന്നാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കുന്നത്.
ഏതാണ്ട് 3:30-4 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. സിറ്റി പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡോക്ടർ അരുൾ ബി കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഫയർ ഫോഴ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രമെന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ നിധി അടക്കം സൂക്ഷിച്ചിരിക്കുന്നതിനാൽ വളരെ പലതരത്തിലുള്ള രക്ഷാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാ മാർഗങ്ങൾ അവിടെ അവലംബിക്കാറുണ്ട്. അതിന് വളരെ അടുത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് ആണ് തീപിടുത്തം ഉണ്ടായത് എന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത്. എന്തായാലും നിലവിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വലിയ കാര്യമായി തന്നെ പറയുന്നു. ഇനി അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം പിന്നീട് മാത്രമായിരിക്കും നടക്കുക. അതുപോലെ തന്നെ ജീവൻ ഒരുപാട് വീടുകളുള്ള പ്രദേശം കൂടിയാണിത്. അപ്പോൾ തീ പടർന്ന് പിടിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? മറിയ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. മറിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ജനവാസ കേന്ദ്രമാണ് എങ്കിൽ പോലും ആ കേന്ദ്രങ്ങളിലേക്ക് തീ പടരും മുമ്പ് തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഒരു നേട്ടമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തമായി മാറുമായിരുന്നു. മുമ്പും കിഴക്കേക്കോട്ട ഭാഗത്ത് പല പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായി ഒക്കെ തന്നെ തീപിടുത്തം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അപകട സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പൂർണ്ണമായും ഗോഡൌൺ കത്തി നശിച്ചു എന്നത് മാത്രമാണ് നിലവിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഏക കാര്യം. അതുമാത്രമാണ് ഈ നിമിഷത്തിലെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നതും അറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തമുണ്ടായി. വടക്കേ നടയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഒരു കമാൻഡോയ്ക്ക് പരിക്കേറ്റു. ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത് ജീവൻ കുമാറാണ്. മറ്റു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പൾസർ സുനിയെയും വിജീഷിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതേസമയം നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. 9 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ ഇന്നലെ ഉച്ചയോടെ തന്നെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരുന്നു. ഒരാഴ്ചയിലധികം കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്ന പൾസർ സുനിയെയും വിജീഷിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം കൊട്ടേഷനല്ലെന്നും താൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പൾസർ സുനി പറഞ്ഞിരുന്നു. ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ലക്ഷ്യമെന്നും 1 മാസക്കാലം അതിനുവേണ്ടി കാത്തിരുന്നുവെന്നും സുനി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ സുനി ഇത്തരത്തിൽ മൊഴി നൽകുന്നതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണം ഗൂഢാലോചനയുടെ ഫലമാണെന്ന് സംശയിക്കുന്ന പോലീസ് പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. നിർണായക തെളിവായ മൊബൈൽ ഫോൺ ഓടയിൽ കളഞ്ഞെന്ന സുനിയുടെ മൊഴി കളവാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് സുനിയുടെ സുഹൃത്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്മാർട്ട് ഫോണുകളും പെൻഡ്രൈവും മെമ്മറി കാർഡുകളും കണ്ടെടുത്തിരുന്നു. ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുനിയുടെ മൊഴിയും മറ്റു പ്രതികളുടെ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യവും പോലീസ് പരിശോധിക്കും. ആക്രമണത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയ സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി. പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത് മേജർ രവി പറഞ്ഞത്. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘത്തലവൻ IG P വിജയന്റെ വാക്കുകൾ. പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ
നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഭിഭാഷകന്റെ കോട്ടിട്ടുണ്ടോ എന്നല്ലേ, ആൾമാറാട്ടമല്ലേ, അതിന് കേസെടുക്കണയുടെ പേരിൽ, അഭിഭാഷകന്റെ പേരിലും കേസെടുക്കണം. കോടതിയിൽ വാദിക്കേണ്ട കോടതി ക്രിമിനലിന് കൊടുത്തതിനെ അഭിഭാഷകന്റെ ക്യാൻസൽ ചെയ്യേണ്ടതാണ് നിയമപ്രകാരം. അഭിഭാഷകരുടെ ജൂറിസ്പ്രുഡൻസ് ക്യാൻസൽ ചെയ്യണം, കേസെടുക്കണം, ഇതിന് കേസെടുക്കേണ്ടതാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ അത് അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വക്രീകരിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ഇതുവരെ പുറത്തുവന്ന വ്യക്തികളെ പിടികൂടിയെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും കോടിയേരി ആലപ്പുഴയിൽ പറഞ്ഞു. അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. അല്ല, സിനിമാക്കാർക്കടക്കം ഗൂഢാലോചന ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ അതൊരു വിവാദമായിട്ട് തരത്തിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ബോധപൂർവ്വ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. കേസന്വേഷണത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പ്രതികളെ പിടികൂടി എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തമുണ്ടായി. വടക്കേ നടക്കിയ സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മറിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 12ഓളം ഫയർ എഞ്ചിനുകൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതായിട്ടാണ് അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. ഫോർട്ട് നമ്മുടെ കിഴക്കേക്കോട്ട അനന്തൻകാടിന് സമീപമുള്ള പഴയ ശ്രീകാര്യം കൊട്ടാരത്തിന്റെ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. RMS അവർ പഴയ, അതായത് അയച്ച ഉടമസ്ഥനില്ലാതെ തിരികെ വരുന്ന ലെറ്ററുകൾ കൂട്ടിയിട്ട് സൂക്ഷിക്കുന്ന ഒരു കെട്ടിടത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായൊരു വിവരം അധികാരികൾക്ക് പറയാനാവുന്നില്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായി വരും എന്നത് ആണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. വെളുപ്പിനെ 3:30 ആദ്യം തീ കണ്ടത്. ആദ്യം ഫയർ എഞ്ചിനുകൾ എത്തിയെങ്കിലും തീ മറ്റ് സ്ഥലങ്ങളിലേക്ക്, കുറച്ച് സ്ഥലത്തേക്ക് പടർന്നു. പുരാവസ്തു വകുപ്പിന്റെ 2 കെട്ടിടങ്ങൾ കൂടി സമീപത്തായി ഉണ്ടായിരുന്നു. അവിടേക്ക് തീ പടരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട പഴയ ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. അതീവ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ സമാനമായ തീപിടുത്തങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്, കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഒരു കമാൻഡോസ് ആണ് ഇത് ആദ്യം, പോലീസുകാരുടെയും കമാൻഡോസിന്റെയും ഭാഗത്താണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അവർ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകി. രക്ഷാപ്രവർത്തനത്തിനിടെ ആദർശ് എന്ന ഒരു കമാൻഡോയുടെ കാലിന് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് കാലിൽ ഒടിവുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ സിറ്റി പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഡോക്ടർ അരുൾ RB കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിൻ്റെ അകത്ത് നടത്താനാണ് സർക്കാർ സാധ്യത. അത്തരം ഒരു സൂചന നേരത്തെ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള കടകംപള്ളി തന്നെ ഈ കാര്യത്തിൽ വ്യക്തമാക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും അറിയാം. അതുപോലെ തന്നെ ജീവൻ, ക്ഷേത്ര അധികൃതരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചോ? നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ KN സതീഷുമായി നമ്മൾ ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹം അല്പസമയത്തിനകം അവിടെ എത്തും എന്നാണ് നമ്മളോട് ഫോണിലൂടെ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം.
കാരണം ക്ഷേത്രത്തിന് പുറത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. സംഭവത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. ജീവൻ, അതുപോലെ തന്നെ വടക്കേ നടയ്ക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന ചവറുകളിൽ നിന്നും തീ കത്തിക്കയറി എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ തന്നെയാണ് മറിയ ആദ്യം മുതൽ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിന്റെ പുറത്ത് കൂട്ടിയിട്ടിരുന്ന ചവറുകൾ കത്തിക്കാൻ ശ്രമിക്കുന്നതിടെ ആണ് സംഭവം ഉണ്ടായത്. പക്ഷെ അതിന് ദൃക്സാക്ഷികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയാണ് ഇത്ര അതിരാവിലെ ആരാണ് ഇത്തരത്തിൽ തീ വെച്ചത്, അല്ലെങ്കിൽ ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ ആരെങ്കിലും നിർദ്ദേശം നൽകിയിരുന്നോ? പ്രത്യേകിച്ച് പോസ്റ്റൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാകുമ്പോൾ അവരുടെ പഴയ ലെറ്ററുകൾ കത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ സാമഗ്രികൾ കത്തിക്കുക എന്നതൊരു വലിയ പ്രോസസ് തന്നെയാണ്. കാരണം നിരവധി മേലുദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ച് അതിന് ഒരു ക്രൈറ്റീരിയ പ്രകാരം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാവുക. അതുകൊണ്ട് തന്നെ നിരവധി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാവുന്ന ഒരു കൃത്യം ഇത്ര രാവിലെയാണോ കത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതായി വരും. അത്തരം കാര്യങ്ങൾ കൂടി അറിയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഇത്ര രാവിലെ നടന്നിട്ടുള്ള ഒരു സംഭവമായതിനാൽ തന്നെ അത് ഗൗരവമായി തന്നെയാണ് അന്വേഷിക്കാനാണ് സാധ്യത നിലവിലുള്ളത്. അറിയാം ജീവൻ, പുരാവസ്തു വകുപ്പിന്റെ ഓഫീസുകളും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും ഒക്കെ കത്തി നശിച്ചു. ഒരുപാട് നിർണായക രേഖകൾ ഈ ഓഫീസുകളിൽ ഉണ്ടായിരിക്കും. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടതായി വിവരമുണ്ടോ? മറിയ, തീ അല്പസമയങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നിയന്ത്രണ വിധേയമായത്. ഇനി അതിന്റെ കണക്കെടുപ്പും മറ്റു കാര്യങ്ങളുമെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏതൊക്കെ രേഖകളാണ് നശിച്ചത്, ഏതൊക്കെ രേഖകളാണ് നിലവിൽ തിരികെ കിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ചെങ്കിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും RMSലെ പഴയ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അവിടുത്തെ തപാൽ ഉരുപ്പടികൾ പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റ് സ്ഥലങ്ങളിലേക്ക് പുരാവസ്തു വകുപ്പിന്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെങ്കിൽ പോലും തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടില്ലാത്തതിനാൽ അതിനുള്ള സാധ്യതകളില്ല. എന്തായാലും പോസ്റ്റൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നശിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ രേഖകളാണ് മൂല്യമുള്ളത് അല്ലാത്തത് എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. അത്തരം വിവരങ്ങൾ നമുക്ക് ഉയർന്ന ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തി വലിയ പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ജീവൻ, ഒരുപാട് വീടുകളുള്ള പ്രദേശം കൂടിയാണിത്. ഈ തീ കത്തിപ്പടർന്ന് ആ പ്രദേശങ്ങളിലേക്ക് കയറിയതായി എന്തെങ്കിലും സൂചനയുണ്ടോ? മറിയാൻ, തീ ആദ്യഘട്ടത്തിൽ പടരുന്ന ഘട്ടത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ക്രമീകരണം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തിയിരുന്നു. നാട്ടുകാരും രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്ന ആളുകളും ആ കാര്യത്തിൽ പുലർത്തിയ ഒരു ജാഗ്രത, തീ പടരാതിരിക്കുന്ന ഫയർഫോഴ്സും പുലർത്തിയ ഒരു ജാഗ്രത കാരണം തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നതേ ഇല്ല എന്ന് തന്നെ പറയാം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ളത്. പ്രായം ചെന്ന വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ വളരെ വേഗം ഒരു ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ പോലും ആളിപ്പടരുന്നതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൂടാതെ അവിടേക്ക് എത്തുന്നതിനുള്ള റോഡുകളുടെ ഒക്കെ തന്നെ ഒരു വലിപ്പക്കുറവ് ഒക്കെ രക്ഷാപ്രവർത്തനത്തെ സാധാരണഗതിയിൽ ബാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വളരെ ഊർജിതമായി തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഇടപെട്ടതിനാൽ, തീ കണ്ടെത്തിയ ഘട്ടം മുതൽ തന്നെ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതിനാൽ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയോ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തീ വ്യാപിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിയാം ജീവൻ, അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ തോതിലുള്ള തീപിടുത്തമായിരുന്നെങ്കിലും പിന്നെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് വലിയ ഒരു തോതിലേക്ക് മാറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എത്ര യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്? മറിയ, 12ഓളം യൂണിറ്റുകൾ ഫയർഫോഴ്സ് ആണ് ആദ്യം എത്തിയത്. പോലീസിന്റെ സമീപത്തുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഏതാണ്ട് സംഭവമുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഡോക്ടർ അരുൾ RB കൃഷ്ണ
സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഫയർഫോഴ്സിന്റെ ആദ്യം ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള യൂണിറ്റും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ചാക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിറ്റും ആണ് പിന്നീടെത്തിയത്. ആദ്യം 4-5 ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ എത്തിയെങ്കിലും അതിനുശേഷം മറ്റ് സമീപ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തി. തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്നില്ല, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ സഹായം നമ്മൾ തേടേണ്ടതായി വന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗം ഏകോപിപ്പിച്ചതുകൊണ്ട് ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനും ഒക്കെ കാര്യക്ഷമമായ നേതൃത്വം നൽകാനും ഒക്കെ കഴിഞ്ഞു. മറിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തമുണ്ടായി. വടക്കേ നടയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഒരു കമാൻഡോയ്ക്ക് പരിക്കേറ്റു. ഇതിന്റെ വിവരങ്ങൾ നൽകിയത് ജീവൻകുമാറാണ്.